പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസ് ജൂൺ മാസം 13-ാം തീയതി വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ദിനമാണ്. ഇന്നേ ദിവസം വിശുദ്ധ അന്തോണീസിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും കർത്താവ് അതിന് ഉത്തരം നൽകട്ടെ എന്ന് പ്രത്യേകമാം വിധത്തിൽ ആശംസിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തിയോളജി പഠിക്കുന്ന സമയത്തൊക്കെ ഈ പ്രസംഗങ്ങൾ ഞങ്ങൾ എഴുതണം. അപ്പോൾ ഓരോ അവസരങ്ങളൊക്കെ പറയണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ വിളിക്കാറുള്ള ഒരാളാണ്, ഒരു മധ്യസ്ഥൻ. ഒന്ന് എൻ്റെ പേരിന് കാരണഭൂതനായിരിക്കുന്ന യാക്കോസ്ലിഹയുടെ കൂട്ടുപിടിക്കും, എൻ്റെ കാവൽമാലാഖയുടെ കൂട്ടുപിടിക്കും. പിന്നെ വിളിക്കുന്ന ഒരാളാണ് വിശുദ്ധ അന്തോണീസെ, എന്നെ ഒന്ന് സഹായിക്കണം. അന്തോണീസ് ഈ മീൻ മത്സ്യത്തോട് മൃഗങ്ങളോടൊക്കെ വചനം പറഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ എന്നെ സഹായിക്കണമേ. അപ്പോൾ നമുക്ക് ഭയമൊക്കെ വരുമ്പോൾ ശരിക്കും അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി. പിന്നെ നമുക്കറിയാമല്ലോ അല്ലേ, നഷ്ടപ്പെട്ട വസ്തുക്കൾ പെട്ടെന്നൊരു ഡോക്യുമെൻ്റ് കാണാതായി, അല്ലെങ്കിൽ അങ്ങനെ പല അവസരങ്ങളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടുമ്പോൾ ഇത് വളരെ ശക്തമാണ് എന്ന് അച്ഛൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിശുദ്ധ അന്തോണീസിൻ്റെ ഒരു കോട്ടാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. അവിടെ അന്തോണീസ് പുണ്യാളൻ പറയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയും പരിത്യാഗങ്ങൾ ചെയ്യുമ്പോൾ പിശാചിന് നമ്മെ ഭയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിത്യാഗങ്ങൾ ചെയ്യുമ്പോൾ എന്നിട്ട് പറയുകയാണ്, എന്നാൽ നാം കുരിശടയാളം വരയ്ക്കുമ്പോൾ അവൻ നമ്മിൽ നിന്ന് ഓടിയകലും. ശരിക്ക് അതുകൊണ്ട് തന്നെ ബോധപൂർവം പ്രിയ സഹോദരങ്ങളെ, കുരിശടയാളം വഴിയായി നാം എന്നൊക്കെ അച്ഛൻ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന മത്തിയൊക്കെ അച്ഛന് ആശീർവാദം കൊടുക്കുന്ന സമയത്തൊക്കെ ഉള്ളു നുറുങ്ങി പ്രാർത്ഥിക്കണം. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രലോഭനം വരുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളം ബോധപൂർവം വരയ്ക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസ് മരിച്ച ഒറ്റ വർഷത്തിനുള്ളിൽ വിശുദ്ധനായ വ്യക്തിയാണ്. ആ വലിയൊരു വിശുദ്ധം പറയാണ്, പിശാച് ഓടി അകലുമെന്നാണ് പറയുന്നത്. കുരിശടയാളത്തിൻ്റെ പ്രസക്തി അറിയുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.